ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വേറെ ഗെയിം തന്നെയല്ല, FC മൊബൈൽ തന്നെയാണ് കളിക്കാൻ പോകുന്നത്. മാത്രമല്ല ഗൈസ്, ഞാനിത് ഒത്തിരി സന്തോഷത്തിലാണ്. കാരണം എനിക്ക് കുറേ പ്ലേയേഴ്സിന് കുറേ റിവാർഡും കിട്ടി. എന്നിട്ട് ഇവിടെ രണ്ട് ഗൈസ് കളക്ട് ഓളെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന എനിക്ക് വയ്യ ഗൈസ്, സന്തോഷം കൊണ്ട്. അപ്പോൾ നിങ്ങളുണ്ടല്ലോ ഇന്നത്തെ വീഡിയോ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കിടന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അത് നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് എന്തായിരുന്നു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓ, ജിംസ്, കോയിൻസ്, ഏതൊരു പ്ലെയർ, പിന്നെ ഏതൊരു പ്ലെയർ, പിന്നെ ഏതോ പ്ലെയർ, പിന്നെ ഏതോ പ്ലെയർ. ഇത്രയേ ഉള്ളൂ. ഞാൻ വിചാരിച്ചങ്ങ് ഒത്തിരി ഉണ്ടെന്ന്. പക്ഷേ ഈ പുള്ളിക്കാരനെ കിട്ടിയില്ലല്ലോ. അതെന്താണ് നോ റിവാർഡ്സ് ടു ക്ലൈം. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് കുറേന്ന് പറഞ്ഞാൽ കുറേ ഇഷ്ടം പോലെ റിവാർഡ് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഞാൻ മാർക്കറ്റിൽ പോയിട്ട് കുറേ ആൾക്കാരെ വിറ്റ് കേട്ടോ ഗൈസ്. അത് നമ്മൾ ലെവല് 13 ആയിരുന്നു ഗൈസ്. ഞാനൊരു കാര്യം ചെയ്തപ്പോഴത്തേക്ക് ഒറ്റയടിക്ക് അങ്ങ് 15 കയറി. 14 പെട്ടെന്ന് അടുത്ത ലെവൽ വന്നു, എന്നിട്ട് നേരെ 15 അങ്ങ് കയറി. എനിക്കിത് മനസ്സിലായില്ല ഗൈസ്. നമ്മുടെ ജോർഗിനെ ഞാനെടുത്ത് വിറ്റിട്ടുണ്ട് ഗൈസ്. ഞാൻ ഒന്നും മനസ്സില്ലാതാണ് വിറ്റത്. കാരണം എന്ത് ചെയ്യാൻ പറ്റും. കണ്ടോ ഗൈസ്, ഇത്രയും കോയിൻ നമുക്ക് കളക്ട് ചെയ്യാനുണ്ട്. കണ്ടായി നമ്മൾ കളക്ട് ചെയ്ത് നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ FC മൊബൈലിൽ നമ്മളെ റിച്ചായെന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് റിച്ചായെന്ന് നിങ്ങളോട് പറയാനുള്ളൂ. അല്ല, ഇത് എന്താണ് ഈ നമുക്ക് ഇപ്പോൾ എവിടെ നോക്കിയാലും ഈ അപ്ഡേറ്റ് വന്നുകൊണ്ടുണ്ടല്ലോ, എവിടെ നോക്കിയാലും റിവാർഡ് അത്രേ ഉള്ളു. വേറൊന്നും എനിക്കിവിടെ കാണാനില്ല. അപ്പോൾ ഇത് നമുക്ക് വാങ്ങണമെങ്കിൽ ഒരു സാധനം വേണം. അത് കിട്ടാൻ എന്തോ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അതെന്തോ വേണമെങ്കിലും ആയിക്കോട്ടെ, എന്നാലും എനിക്ക് വയ്യ ഗൈസ്. എന്തായാലും കിടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടില, ഒരു രക്ഷയില്ല ഗൈസ്. ഐക്കോൺ ക്രോണിക്കൽസ് ഹെക്സാഡ് ഇതേതാണ്? അത് പിന്നെ ഇവിടെ ചുമ്മാ എന്തോ റിവാർഡ് കിട്ടാനുണ്ട്. ചുമ്മാ കിട്ടാനല്ല ഗൈസ്, എന്നിട്ട് ഈ സാധനം വേണമെങ്കിൽ കിട്ടത്തുള്ളൂ. എന്തോ തേങ്ങയാന്ന് ദൈവത്തിനറിയാം. ഇതെന്താണ് ഗെയിമിന് പറ്റിയത്? ഇതെന്താണ് ഇതൊക്കെ ജയിക്കാൻ പറ്റുമോ? ഫയൽ നമ്പർ 2 ഇതൊക്കെ എന്താടാ? അടുത്ത് നമ്മുടെ ഐക്കോൺ ക്രോണിക്കൽസ് ഹെക്സാഡാണ്. നമ്മൾ ഹെക്സാഡല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത്, വെറും ഐക്കോൺ ക്രോണിക്കൽസ് ആണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ നോക്കിക്കോ, നമ്മളിപ്പോൾ സെക്കൻഡ് ഈവൻറ്റ് വരെ കഴിഞ്ഞു. നമ്മുടെ 3rd ഈവൻ്റ് ആയിരിക്കും നമ്മുടെ ഐക്കോൺ ക്രോണിക്കൽസ് ഹെക്സാഡ്. അത് കഴിഞ്ഞ് നമ്മുടെ 4th ഈവൻ്റ് ആയിരിക്കും ഡെയിലി ക്രോണിക്കൽസ്. അപ്പോൾ നമ്മുടെ ഐക്കോൺ ക്രോണിക്കൽസ് നമുക്ക് ബാക്കി കളിക്കാം. ഇന്നത്തെ വീഡിയോ ആദ്യം തന്നെ കുറേ സമയം പോയി. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സാബി അലൻസോടെ പിന്നെ ഒരു ആപ്പ് കളിക്കണം ഗൈസ്. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നൊരൊറ്റ മാച്ച് കളിക്കുന്നുണ്ട് ഗൈസ്. കാരണം ഇന്നത്തെ സന്തോഷം കൊണ്ട് എനിക്ക് 2 മാച്ചൊന്നും കളിക്കാൻ വയ്യ ഗൈസ്. എനിക്കറിയത്തില്ല, എനിക്ക് ഇഷ്ടം പോലെ ജിംസ്, കോയിൻസ്, കുറേ പ്ലേയേഴ്സ്, റിവാർഡ് എല്ലാം കിട്ടി. അതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഗൈസ് ഞാൻ ഇന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ തന്നെ കാരണം ഗൈസ്. കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ല, ഒന്നും പറയില്ല. ഈ അപ്ഡേറ്റ് വന്നേക്കുന്നതും അതിനെക്കാട്ടി കിടില്ല, ഒന്നും തന്നെ പറയില്ല ഗൈസ്. സീനെന്ന് പറഞ്ഞ സീന്. ബട്ട് നമ്മുടെ ഈ പ്രാവശ്യം വന്നേ നമ്മുടെ FC മൊബൈൽ അപ്ഡേറ്റ് വെറും അപ്ഡേറ്റ് അല്ല ഗൈസ്, ഒരു 1.5 അപ്ഡേറ്റ് ആയിരുന്നു. നിങ്ങൾക്ക് കളിച്ച് നോക്കിയാലൊന്നും മനസ്സിലാകത്തുള്ളൂ. FC മൊബൈലിൻ്റെ ഫാനൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കളിച്ചാൽ മനസ്സിലാവും. കിടിലമാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ FC മൊബൈൽ അപ്ഡേറ്റ് നമ്മുടെ ബെല്ലിങ്ങും ചെയ്ത് വെച്ചേക്കുന്നത്. പൊളിക്കും ഗൈസ്. ഇനി ഈ ഗെയിം ഒരു കത്തും കണ്ടത്. എടാ എന്താടാ അവിടെ ഫൗള്? അവന്മാരുടെ ആണെങ്കിൽ ഫൗളുണ്ട്, നമ്മളെ ആണെങ്കിൽ ഇല്ല. അത്രേ ഉള്ളൂ. ഇതെന്ത് ഈസി മോഡാന്ന് തോന്നണ്ട, നമുക്ക് ഗോൾ അടിക്കാൻ സിമ്പിളാണ്. ഇപ്പം ഞാൻ ഒരാളെ ഒരു ഗോൾ അടിച്ച് കാണിക്കട്ടെ ഗേസ്, നിങ്ങളെ അടിച്ച് കാണിക്കാം കേട്ടോ. അല്ല, ഒരു മിനിറ്റ്
ഡ്രോപ്പ് ബോൾ. എടാ ബോളെ കൊണ്ട് ഗോൾ അടിപ്പിക്കാൻ നോക്കിയതാണ്, നടന്നില്ല. കുഴപ്പമില്ല, ഇവന്മാരെ ഈസി പ്ലേയേഴ്സ് ആണ്, ഞാൻ അതുകൊണ്ടാണ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. എൻ്റെ ഇപ്പം എനിക്ക് നമുക്കൊരു നല്ല ചാൻസ് ആയിരുന്നു ഗോൾ അടിക്കാൻ, ബട്ട് ഞാൻ അടിച്ചില്ല. സ്കാബിയോ എന്തുവാടെ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഗോൾ കീപ്പറിൻ്റെ പേര്? വായിക്കൊള്ളാത്ത പേരാണ്. ആ നമ്മുടെ തൊഴിലാണ്. അവിടെ ബാക്സ്റ്റർ ഇവന്മാരുടെ ഗോൾ കീപ്പർ സീനാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ഗോൾ കീപ്പറിൻ്റെ അത്രയും വരത്തില്ലെന്ന് മാത്രം. ഒരു ഗോളങ്ങ് അടിക്കട്ടെ. അടിക്കണ വേണ്ട, നിങ്ങൾ പറ. അടിച്ചേക്കാം. അവിടെ ഇവൻ ആറാ ഗോൾ കീപ്പർ. നമ്മൾ 2 ഗോൾ അടിച്ചായിരുന്നു. ആണോ ഗൈസ്? നമുക്കത് ഇപ്പം കാണിച്ചു തരാം ഗൈസ്. നമ്മൾ ഒരു ഗോൾ അടിക്കാതെ ഈ വീഡിയോ ഒന്നും എൻഡ് ചെയ്യത്തില്ല. ഉണ്ടോ? കണ്ടോ ഗൈസ്, കണ്ടോ? വീഡിയോ എൻഡ് ചെയ്യുന്നല്ല, ഈ മാച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കളിക്കാൻ പറ്റത്തില്ലല്ലോ. അന്നേരം പറഞ്ഞിട്ട് കാര്യമില്ല. ടൈം 69ആയി. അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മളെ കൊണ്ട് ചെയ്യാൻ ഇതൊന്നും പറ്റത്തില്ല, നമ്മളത്രയ്ക്ക് പ്രോയല്ലെന്ന് വിചാരിക്കും. ബട്ട് ഡു നോട്ട് സേ ദ ഫ്യൂച്ചർ ഗേസ്. അത്ര ഉള്ളു. പോടാ പോയി ഗൈസ്. ഞാൻ വലിയ കിടത്തി പന്താടാത് ഗൈസ്. പക്ഷേ ഗോളല്ലാതെ ഓഫ് സൈഡായിപ്പോയി. അതൊക്കെ നിസ്സാര കാര്യമല്ലേ ഗൈസ്? അതിനൊക്കെ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല, ആവശ്യമില്ല നമുക്ക് വിഷമിക്കണ്ട. വേഗം പാസ് കൊടുക്കും. നമ്മൾ ഗോൾ അടിക്കാമെന്ന് സത്യം ചെയ്താണ് ഗൈസ്. സത്യം ചെയ്തത് നമ്മളൊരിക്കലും ബാധിക്കാതിരിക്കാൻ പാടില്ലല്ലോ. പിന്നെ ഓഫ് സൈഡ്. ഇത് എന്ത് തേങ്ങയാണ്? അടുത്ത് എടി ഇവന്മാർ ഏകദേശം പാടാ കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്നതുകൊണ്ട് അത്ര വലിയ ഈസി ഒന്നുമില്ല. ഏകദേശമേ ഉള്ളു. ഞാൻ വലിയ അങ്ങ് പാടാന്ന് പറഞ്ഞില്ലേ ഗൈസ്. അവിടെ ഒരു പെനാൽറ്റി ഉണ്ട്. അവന്മാർ നമ്മളെ വീഴ്ത്തിയതാണ് ഗൈസ്. അവിടെ ഒരു പെനാൽറ്റി ഉണ്ട് ഗൈസ്. നമ്മൾ പക്ഷെ റെഫറി മോൻ തന്നില്ല. റെഫറി തന്നില്ല. അയ്യോടാ, നമുക്ക് ഗോളടിക്കാൻ പറ്റിയില്ലടാ. കുഴപ്പമില്ല, നമ്മളാണ് ജയിച്ചത്. പക്ഷെ ഞാൻ അത്ര വലുതായിട്ടൊന്നും നിങ്ങൾക്ക് വാക്ക് തന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എടാ ഇത് എന്താണ് ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് എന്തെങ്കിലും റിവാർഡ് കിട്ടാനുണ്ടോ? നമുക്ക് കിട്ടില്ല. പക്ഷെ അതാണ് എനിക്കറിയാതെ. ഇതെന്താണ് ലോഡാവാത്തത്? യൂണിവേഴ്സൽ ടോക്കൺ എനിക്കിപ്പോൾ ഇഷ്ടം പോലെ ആയി. അത് വെച്ചിട്ട് നമുക്ക് പ്ലേയേഴ്സിനെ വാങ്ങിക്കാൻ പറ്റും. പണ്ടേ ഞാൻ വാങ്ങിക്കുന്നില്ല. ഇച്ചിരി കൂടെ ഒക്കെ എന്താണ് കേസ് ആവട്ടെ. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ പണ്ടത്തെ കുറേ 65 അത്രയൊക്കെ ഉള്ള പ്ലേയേഴ്സില്ലേ കേസ് എൻ്റെ കയ്യിൽ. ഞാൻ അവരെല്ലായിടത്തും വിൽക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പറയുന്ന പൈസ ഇവരിന്ന് തരാണ് കേസ്. പിന്നെ ഞാനൊരുത്തനെ അവയർനെസ്സിനെ നമ്മുടെ ഞാൻ വിറ്റു അവയർനെസ്സിനെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ റാങ്ക് അപ്പ് കുറേ ചെയ്തു. എന്നിട്ട് ട്രെയിനിങ് ഫുള്ളങ്ങ് ചെയ്തിട്ട് എടുത്ത് വിറ്റു. പിന്നെ പൈസയ്ക്ക് നമുക്ക് എന്തും ചെയ്തേ പറ്റുള്ളല്ലോ. ഇവന്മാരിപ്പോൾ ഇത്രയും വിലയെ തരുന്നു.
യുവമാരൊന്നും നമുക്ക് പക്ഷെ നമ്മൾ പറയുന്നത് വയ്ക്കാൻ പറ്റില്ല. 99 പിന്നെ ഫുള്ള് 50 പറ്റുമോ? ഇല്ലടാ, നേരത്തെ പറ്റുമായിരുന്നു. മുമ്പേ വരെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബഗ് അടിച്ചതെന്ന് തോന്നുന്നു. മുമ്പേ വരെ പറ്റുമായിരുന്നു. എന്തായാലും കിട്ടാനുള്ള പൈസ എനിക്ക് കിട്ടിയ അത്രേ ഉള്ളൂ. എന്നാണോ ഇമാരൊന്നും വിറ്റ് പോകാത്ത? സമയം പിടിക്കായിരിക്കും ഗൈസ്. ചിലപ്പോൾ നാളത്തേക്ക് വരുത്തുള്ളായിരിക്കും വിൽക്കാനുള്ളത്. അപ്പം എൻ്റെ ജിംസ് എത്രയാണ് ഗൈസ്? ഞാനിപ്പം നമ്മുടെ മാർക്കറ്റില്ല സ്റ്റോറിൽ ഞാനൊരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ആ ലക്ഷ്യം ഞാൻ ഈ ജിംസ് കൊടുത്തൊരു ഫുട്ബോൾ പ്ലെയറിനെ വാങ്ങിക്കും. നിങ്ങൾ നോക്കിയോ? എന്താണ് നമുക്ക് ജിംസ് കൊടുത്തിട്ട് മറ്റേ സാധനം എടുക്കാൻ പറ്റുമോ? കംപ്ലീറ്റ് ഓഫർ എന്നാണ് ഇത്. ചുമ്മാ നടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ചെറിയാണ്. അല്ല കോയിൻസ് വെച്ചിട്ട് ഇപ്പോൾ വാങ്ങിക്കണം ഗൈസ്. ഞാനിപ്പോൾ ഒരു ലക്ഷ്യം ഇട്ടിട്ടുണ്ട്. അതെങ്ങനെയാ ഇവിടെ ഫീറ്റേഡ് ഇതാണ് കാണിച്ചത്. ഇതാണ് ഞാൻ വാല്യൂ അല്ല ഇതിട്ടേക്കുന്നത്. ഇതിനകത്ത് പെലെ മറഡോണ എല്ലാം വരുന്നു. അതിൻ്റെ ഒരു ഇതിലാണ് കേസ്. ഞാൻ സന്തോഷത്തിലാണ്. ഇനി നമുക്ക് 7,000 ഇവിടെ വരണം. നമ്മുടെ ഇവിടെ 6 ഇനിയും ജിംസിന് വേണ്ടി ജിംസ് കിട്ടുന്ന എന്തെങ്കിലും ഒരു മാച്ച് കുറേ കളിക്കണം. എനിക്ക് അത്ര ഉള്ളൂ ഇനി എൻ്റെ ലക്ഷ്യം. എനിക്കിനിയിപ്പോൾ ജിംസാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ അത് കളിച്ചിട്ട് ഫുൾ ജിംസ് ആയിട്ടുണ്ടല്ലോ, നമ്മളൊരു വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്യും. അന്നേരം കിട്ടുന്ന ഒരു കിടിലം പ്ലെയറായിരിക്കും. നിങ്ങൾ കണ്ടോ ഗൈസ്? അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഇത്രയും സന്തോഷമുള്ളായിരുന്നു. ഞാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടി പോയാണ് കേട്ടോ. അവിടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. ബൈ ബൈ.